24 hours ഹരേ കൃഷ്ണ മന്ത്രം ചെല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഭക്ഷണം എന്താ? ഈ മന്ത്രം തന്നെ ഭക്ഷണം, അത് തന്നെ ദാഹം വെള്ളം. അവിടെ പോണട്ടാ ഗംഭീര എന്ന സ്ഥലത്താണ് നടക്കണം. ആർക്കറിയാം, നമുക്ക് സമയം കിട്ടല്ലേ പോകാനും പിടിക്കാനൊക്കെ. ഞങ്ങളൊക്കെ പോയിട്ടുള്ളതാണ്. സമയം കിട്ടിയാലേ കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഗംഭീര എന്ന സ്ഥലത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് ഒരു ഓർമ്മ ഉണ്ടാവില്ല. ഈ ചൈതന്യ മഹാപ്രഭു ഇപ്പൊ ഈ പഴംപൊരി എല്ലാം കഴിച്ചിട്ട് ഇനി അറിയോ, ഞങ്ങൾക്ക് ഈ പ്രാവശ്യം തിരുമേനി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നോക്കും, എന്തിനാ നോക്കാന്ന് അറിയോ? ഉറക്കമുണ്ട്. അപ്പൊ ഉറക്കം കഴിക്കാൻ മതി. അപ്പൊ ഞാനെന്താ ചെയ്യാമെന്നറിയാം, ഞാൻ നോക്കും, മുഖത്തേക്ക് നോക്കില്ല, മുഖത്തേക്ക് അറിയുള്ളൂ. ഉറക്ക ഹരേ കൃഷ്ണ ഞാൻ പറഞ്ഞ നിങ്ങൾ എന്ത് ചെയ്യണം? ഏറ്റു പറയണം. അപ്പൊ എന്തായി? ഓർക്കണം. ഞാനങ്ങനെ ചെയ്യാറ്. പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റു പറയൂ. അപ്പൊ അവർക്ക് ചിരി വരും. ഉറങ്ങുന്നുണ്ട്, മനസ്സിലായില്ല. അപ്പൊ പറയുന്ന ആള് ഇങ്ങനെ ഇരുന്നായിട്ട് എന്തിനാ പെട്ടിപ്പെട്ട് നോക്കണേ? ആരുറങ്ങിയാന്ന് നോക്കണേ, അതിന് ഉറങ്ങിണ്ടാവുക. അങ്ങനത്തെ ഒരു സംഭവങ്ങളുണ്ട്. പറഞ്ഞിട്ട് കാര്യം ഇപ്പോഴും ഉറക്കം വരും. പഴംപൊരിയും ചായയും എല്ലാവരും ഉറക്കത്തിലുള്ള പരിപാടിയാണ്. ഉറങ്ങണ്ട, ഇങ്ങനെ ചാൻസ് നിങ്ങൾക്ക് കിട്ടില്ല. അത് പറയുന്നത് എവിടെ വെച്ചാൽ നമ്മുടെ ജഗന്നാഥ് സ്ഥലത്ത് വെച്ചാൽ പറയുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടാൻ പോകുന്നില്ലല്ലോ. പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജഗന്നാഥിനെ നമ്മളെങ്ങനെയാ കുളിക്കലൊക്കെ ഉണ്ടല്ലോ, പല്ലേക്കും ഇതൊക്കെ ചെയ്യില്ലേ, എല്ലാം ചെയ്യിക്കും രാവിലെ പല്ലൊക്കെ തേപ്പിച്ച്. അപ്പോൾ അതിന് ഇവിടുത്തെ ആൾക്കാർ കണ്ടല്ലോ, സ്റ്റിക്ക് കണ്ടല്ലോ, മാവിൻ്റെ ഒക്കെ എന്തെങ്കിലും സ്റ്റിക്ക് ഉണ്ടാവും. അവരുടെ വേറെയാണ്. അപ്പോൾ 2-3 സ്റ്റിക്ക് ഉണ്ടാവും. ഒന്ന് സുഭദ്രയ്ക്ക്, ഒന്ന് ബലരാമനൊന്ന് ജഗന്നാഥൻ. അപ്പം അതിൻ്റെ ആൾക്കാർ വന്നു കഴിഞ്ഞു. ഒരു പ്രാവശ്യം ചൈതന്യം അവർ ദൂരെ നിന്നു. എന്തിനാ വെച്ചാൽ ഇത് മേടിക്കാനാണ്, ഈ പ്രസാദം എന്നാണ് പറയുന്നത്. ആ പ്രസാദം മേടിക്കാൻ. പക്ഷെ എന്തുണ്ടായി, ഒരു ദിവസം ബൈ മിസ്റ്റേക്കിൽ ഒരു കൊമ്പ് കാണാനില്ല. 3 കൊമ്പ് 3 ആൾക്കുണ്ട്. എന്നിട്ട് അവരൊക്കെ പൂജാരിമാർ തപ്പി നോക്കിയിട്ട് ആ കൊമ്പ് കാണാനില്ല. പിന്നെ അവർ വേഗം ഓടിപ്പോയിട്ട് ഏതൊരു മരത്തിൻ്റെ കൊമ്പ് പിടിച്ചുകൊണ്ട് വന്നു. ആ കൊമ്പ് കൊടുത്തു പൂജാരിക്ക്. പല്ല് തേപ്പിക്കുക ജഗന്നാഥിനെ. നമ്മളെന്തോ ചെയ്യേണ്ട ഡേ ഡ്യൂട്ടി കംപ്ലീറ്റ് എല്ലാം ചെയ്യിക്കും. എന്നിട്ട് ഇദ്ദേഹം കാത്തു നിൽക്കുക. ചൈതന്യ മഹാപ്രഭു അതെനിക്ക് തരണേ, ഓ മേരക്കു ദേതോ. ദൂരെ നിൽക്കുക ചൈതന്യ മഹാപ്രഭു. അവർ നോക്കി, എന്താ പ്രഭുജി എന്താ ഇത് ചോദിക്കണേ? മേരക്കോ ചായേ, ഓ പ്രസാദം വേന, ഓ പ്രസാദം മേരക്കു ചായേ. അത് കൊടുത്തിട്ട് ഇതും കൊണ്ട് ഹരിദാസ് ഠാക്കൂറിൻ്റെ അടുത്തേക്ക് പോയി. അദ്ദേഹം വെയിലത്തിനിരിക്കുക, വെയിൽ മഴ കൊണ്ടുങ്ങായിട്ട് അനങ്ങാണ്ടിരിക്കുക. ഇത് കണ്ട് സഹിക്കാൻ പറ്റാണ്ടാണ് ചൈതന്യ മഹാപ്രഭു ഇത് മേടിക്കാൻ വന്നത്. മേടിക്കാൻ വന്നങ്ങായിട്ട് ഇങ്ങനെ നോക്കി. അപ്പം അദ്ദേഹത്തിൻ്റെ ഇരിപ്പ് കണ്ടാലുണ്ടല്ലോ ഒരു ഓർമ്മയില്ല. ഈ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ജഗന്നാഥൻ 56 പറയണ മാതിരി ഒരു വിട്ടോണ്ടിരിക്കുക, വായ അടയ്ക്കാണ്ട്. നമുക്ക് പറ്റും ആദ്യം. വിശപ്പില്ല, ദാഹമില്ല. വിശപ്പിനൊക്കെ എന്താ? ഈ മന്ത്രം, വെള്ളം, ഈ മന്ത്രം പവർ കൂടണു, അതിൻ്റെ ശക്തി. എന്നിട്ട് ഇദ്ദേഹം എന്താ ചെയ്യുന്നറിയാം, ചൈതന്യമഹാപ്രഭു എന്താ ചെയ്യുന്നറിയണ്ടേ? ആകെ നോക്കി, ഹരിദാസിനെ നോക്കി. കംപ്ലീറ്റ് വെയിലും മഴയും അങ്ങനെ തുറന്നു കിടക്കണല്ല, ഓപ്പണ്. വന്നങ്ങായിട്ട് ഒരു ഈ കൊമ്പ് പിടിച്ചിരുന്നില്ലേ, ആ കൊമ്പ് ഹരിദാസ് ഇരിക്കുന്നതിൻ്റെ പിന്നിൽ പോയിട്ട് കിട്ടങ്ങിട്ട് എന്താ ചെയ്തേ, കുഴിച്ചു. പെട്ടെന്ന് ഒരു കൊമ്പ് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് വളരുമോ തോന്നുന്നുണ്ടോ? എന്തിനായാലും സമയം എടുക്കില്ലേ? ഒരു വിത്ത് ആയാലും സമയം എടുക്കില്ലേ? എന്നെന്താ ഉണ്ടായത്? ആ കൊമ്പ് വെക്കലും വിത്തിൻ 5 minutes അവിടെ ഭയങ്കരമായൊരു മരം വളർന്നു. അതിൻ്റെ പേര് ബഹുലാട്ടി, ബഹുല മരം എന്നാ പറയാം. ബഹുലാട്ടി എന്നാ പറയാം മരം. എല്ലാവർക്കും അധ്യക്ഷം ഇതെന്താ, ഇതെവിടുന്നാ വന്നേ? ഡിവോട്ടികൾ കാണാൻ വരില്ല. ഇതെവിടുന്നാ വന്നേ? ഇതെവിടുന്ന ഈ മരം ഉണ്ടായത്?
കംപ്ലീറ്റ് ഇയാളെ പ്രൊട്ടക്റ്റ് ചെയ്തു. വെയിലില്ല, മഴയില്ല, ഒന്നും അറിയില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഈ മരത്തിൻ്റെ കഷ്ണങ്ങൾ ഇത് വലിയ മരമായിട്ട് മാറി. അപ്പോൾ ഓരോരോ കഷ്ണങ്ങളൊക്കെ ചിലപ്പോൾ ഉണങ്ങി വീഴില്ല. ഇവരെന്ത് ചെയ്തു? ആ അതായത് പരിശുദ്ധമായ മരമല്ലേ. എന്താ കാരണം? ചൈതന്യ മഹാപ്രഭുവിൻ്റെ കൈകൊണ്ട് വെച്ചതാണ്. എന്തിനു വേണ്ടി? ഒരു ഭക്തന്റെ തണലിന് വേണ്ടി. അപ്പം അതിൻ്റെ മഹിമ എന്തായിരിക്കും? അത് മനസ്സിലാക്കിയ ജനങ്ങൾ അവിടെ വീഴുന്ന കഷ്ണങ്ങളെല്ലാം എടുത്തു തുടങ്ങി. എല്ലാ കഷ്ണങ്ങളും എടുത്തിങ്ങായിട്ട് അവർക്ക് നിരത്തി വയ്ക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ പൈസ കൊടുത്ത് മേടിക്കുക. നിങ്ങൾക്കും എൻ്റെ വീട്ടിലിപ്പോഴും ഉണ്ടത്. നിങ്ങൾ പോയിപ്പോൾ മേടിച്ചിട്ട് ഒരു കഷ്ണം 20 റുപ്യ 50 റുപ്യ അതിൻ്റെ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ബഹുലാക്ഷ എന്നാ പറയാം. തെറ്റാണെ കണ്ട് കാണിച്ചു തരണ്ടേ, നമുക്ക് സമയം കിട്ടല്ലേ പറ്റുള്ളൂ. അങ്ങനെ മരിക്കുന്നവരെ ഈ ഇദ്ദേഹം സമാധിയിലേക്ക് ആവാറായി എന്നുള്ളതാണ്. ചൈതന്യ മഹാപ്രഭു ഇദ്ദേഹത്തിൻ്റെ ഇത് കണ്ടിട്ട് എന്താ പറയേണ്ടത്? സമാധിയായിട്ട് നമ്മളിപ്പോൾ ഇത് കാണും. നാളെ പോണെ സമുദ്രം, അവിടെ സമുദ്ര തീരണ്ട്. അപ്പം അതിൻ്റെ അടുത്താണ് സ്വർഗദ്വാർ എന്നാ പറയുക. അവിടെയാണ് ഡിവോട്ടികളെ സമാധി, ശ്മശാനം അവിടെയാണ്. അവിടേക്കാണ് കൊണ്ടുപോകുക. ആ ഈ ഹോട്ടലിൻ്റെ അടുത്ത്, ഇതിൻ്റെ അടുത്ത് തന്നെയാണ്, എൻ്റെ അടുത്ത് തന്നെയാണ് സ്വർഗദ്വാർ എന്നാ പറയുക. ഇവിടെയൊക്കെ മരിച്ച് സ്വർഗദ്വാറിൽ പോവാന്ന് പറഞ്ഞാൽ അവർക്കിട്ട് ജന്മമുണ്ടോ? ഒരിക്കലും ഇല്ല. അങ്ങനെ ഇദ്ദേഹത്തിനെ കൊണ്ടുപോയി ആ വെള്ളത്തിൽ മുക്കിങ്ങായിട്ട്, ആ വെള്ളമെടുത്തങ്ങായിട്ട് പ്രസാദം കൊടുത്തു. ചൈതന്യ മഹാപ്രഭു എല്ലാവർക്കും കൊടുക്കണം, എല്ലാവർക്കും വെള്ളം കൊടുക്കും കുടിക്കാൻ. ഇദ്ദേഹത്തിനെ കുളിപ്പിച്ച വെള്ളം. അങ്ങനെയാണ് ഹരിദാസിനെ സമാധിക്ക് വെച്ചത്. ആരെ സമാധിക്ക് വെച്ചത്? ചൈതന്യ. അത് ചൈതന്യ മഹാപ്രഭുവിൻ്റെ വലിയൊരു കളിയാണ് ഉണ്ടായിട്ടിരിക്കുന്നത്. തോട്ടൊക്കെ നമുക്കുണ്ടോ? നാളെ അത് നാളെ തോട്ട ഗോപിനാഥ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. തോട്ട എന്ന് പറഞ്ഞാൽ ഗാർഡൻ, ഒരു വലിയ ഗാർഡൻ. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഒരു ആളുണ്ട്, ഭക്തൻ ഗദാധര പണ്ഡിറ്റ്. അദ്ദേഹമാണ് ചൈതന്യ മഹാപ്രഭുവിന് വേണ്ട കാര്യങ്ങൾ വായിച്ചു കൊടുക്കുക. ചൈതന്യന് എന്താ വേണ്ടതെന്നറിയോ? ധ്രുവചരിതം അല്ലെങ്കിൽ പ്രഹ്ലാദചരിതം. ഇത് രണ്ടും. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ചോദിക്കും, ഗദാധരൻ ചോദിക്കും, ഇന്ന് എന്താ പ്രഭുവിന് വായിക്കേണ്ടത്? ഇന്ന് പ്രഹ്ലാദൻ്റെ വായിച്ചോളോ? നാളെ വന്നാൽ ചോദിക്കും, ഇന്ന് ധ്രുവൻ്റെ വായിച്ചോളോ? ഇത് രണ്ടു പേരുണ്ട്. രണ്ടുള്ളല്ലേ ഭാഗവത്തിൽ, നാരായണത്തിലൊക്കെ ഉള്ളല്ലോ. വായിച്ചോളൂ. അതിങ്ങനെ ഡെയിലി ശീലായി. ചൈതന്യ മഹാപ്രഭു എങ്ങനെ ഇരിക്കും അത് കേട്ടിട്ട് തലക്കാട്ടി. പ്രഹ്ലാദൻ്റെ കാര്യം കൊണ്ട് കേൾക്കുമ്പോൾ പിന്നെ പറയണോ? നമ്മുടെ നരസിംഹത്തിൻ്റെ കാര്യം പറയണോ? പ്രഹ്ലാദൻ്റെ. ധ്രുവനും അതേമാതിരിയുള്ള മറ്റൊരു ഭക്തൻ ഒരു ദിവസം എന്തായിരുന്നറിയോ? ചൈതന്യ മഹാപ്രഭു അപ്പോൾ ഡെയിലി വരും, ഇവിടെ വന്നങ്ങായിട്ട് ഇത് കേൾക്കാൻ വരും. ഒരു ദിവസം ഭഗവാന്റെ അടുത്തേക്ക് പോവില്ലല്ലോ, അവരുടെ അടുത്തേക്ക്, ജഗന്നാഥൻ്റെ അടുത്തേക്ക് പോവില്ല ആള്. ആ സ്തംഭത്തിൻ്റെ അടുത്തേ നിൽക്കുള്ളൂ. ഒരു ദിവസം സ്തംഭത്തിൻ്റെ അടുത്ത് നിന്നപ്പോൾ ഇങ്ങനെ തോന്നി, ഹായ് താരാ നിൽക്കണേ? അത് കൃഷ്ണനല്ലേ? കൃഷ്ണൻ എവിടത്തെ ആളാ? ഓർക്ക് പറയൂ, കാണാവണ്ട? വൃന്ദാവനം കേട്ടല്ലേ? പോകല്ലേ പോകല്ലേ മധുരയ്ക്കു കണ്ണ, വൃന്ദാവനം വിട്ടും പോകല്ലേ കണ്ണ, നമ്മൾ പാടാറില്ലല്ലോ. ഇതങ്ങട് കണ്ടു. അവിടുന്ന് ആള് ഓടിച്ചാടി അങ്ങ് പോന്നിട്ട് ഓടിച്ചെന്നു ഗാർഡനിലേക്ക്. അപ്പോൾ ഗദാധരൻ കണ്ടു, എന്താ ഈ പ്രഭുജി കാണിക്കുന്നത്? അവിടെ ചെന്നിട്ട് മണ്ണ് മാന്തണം. എന്താ നിങ്ങൾ കാണിക്കുന്നത്? എൻ്റെ കണ്ണ് അങ്ങോട്ട് പോകുന്നുണ്ട്, എൻ്റെ കൃഷ്ണൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, ഒന്ന് കുഴിച്ചു നോക്കും, ഇവിടെ അടിയിലുണ്ട് കൃഷ്ണൻ. അങ്ങനത്തെ ഇതൊക്കെയാ കാണിച്ചിട്ടുണ്ടോ ചൈതന്യ മഹാപ്രഭു? ഒന്ന് കുഴിച്ചു നോക്കൂ. സ്വന്തം കുഴിച്ചു,
കുഴിച്ച് കഴിയുമ്പോഴേക്കും തല കണ്ടു. ആരെ തലയാ കാണണേ? വൃന്ദാവനത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ തലയുടെ ഉള്ള കിരീടവും മയിൽപ്പീലിയാണ് കണ്ടു കിട്ടിയത്. ഗദാധര വേഗം വരും, നല്ലോണം കുഴിക്കൂ. കുഴിച്ചു കഴിഞ്ഞപ്പോ എന്തായി? കിട്ടി. ഗദാധര ശ്രീകൃഷ്ണ ഭഗവാനെ പുറത്തേക്ക് എടുത്തു. ഈ പറയുന്ന കഥകളൊക്കെ ഉണ്ടല്ലോ, നടന്ന സംഭവങ്ങളാണ്. ഇവിടെ ജഗന്നാഥപുരിൽ നടന്ന സംഭവങ്ങളാണിത്. കാരണം ചൈതന്യനെ കൃഷ്ണനെ വേണ്ടു, ജഗന്നാഥനെ കാണുന്നില്ല. ചൈതന്യ കൃഷ്ണനെ വേണ്ടത്. അവിടെ ചെന്നിട്ടൊക്കെ എന്നാ ഒരു കാര്യം ചെയ്യൂ ഗദാധര, വേഗം ഒരു ചെറിയ അമ്പലം ഉണ്ടാക്കൂ. കുറച്ച് ഡിവോട്ടികളെ വിളിച്ച് അവിടെ തന്നെ ഒരമ്പലം ഉണ്ടാക്കി. അപ്പൊ തോട്ട എന്നാ പറയാ. എന്തില്? ഇവിടെ ഒറിയൻ ഭാഷയിൽ ഗാർഡൻ, തോട്ട, ഗോപിനാഥ്. ആ കൃഷ്ണൻ എന്ത് പേരിട്ടു? ഗോപിനാഥ്. തോട്ട എന്ന് പറഞ്ഞ ഗാർഡൻ. അപ്പൊ ആ ഗാർഡനിലെ കൃഷ്ണൻ തോട്ട ഗോപിനാഥ് എന്ന് പേരിട്ടു. ചെറിയൊരു അമ്പലം ഉണ്ടാക്കി. അമ്പലം ഉണ്ടാക്കിയായിട്ട് ഒന്നും കൂടി എന്തുകൂടി ചൈതന്യ മഹാപ്രഭു കേൾക്കാനായിട്ട് ഒന്നും കൂടി ആവേശം കൂടി തുടങ്ങി. ഇത് കേട്ട് കേട്ട് ജനങ്ങളും വന്നു തുടങ്ങി. പുതിയൊരു അമ്പലം വന്നെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇത് മണ്ണിൻ്റെ അടിയിൽ നിന്ന് കിട്ടി ശ്രീകൃഷ്ണ ഭഗവാന്. അപ്പൊ പിന്നെ കാണാൻ ആൾക്കാർ വരാണ്ടിരിക്കോ? അങ്ങനെ എല്ലാവരും വന്നു തുടങ്ങിയപ്പോൾ അവിടെ ഭയങ്കര തിക്കും തിരക്കും അയ്യാ തോട്ട ഗോപിനാഥിന്റെ ഗാർഡനിൽ. ഒരു ദിവസം ഇങ്ങനെ വായിച്ച് ഇദ്ദേഹം തന്നെയാണ് പൂജിക്കുന്നത്. പൂജിക്കുന്നത് ആരാ അറിയോ? തോട്ട ഗോപിനാഥനെ. ആരായിരിക്കും? അല്ലല്ല, മറ്റാളാരാ? ഗദാധരൻ. ചൈതന്യനാഥനെ കാണാനും കേൾക്കാനും പൂജ മുഴുവനും ചെയ്യുന്നത് ഗദാധരൻ. കാലം കഴിഞ്ഞു, ഇദ്ദേഹത്തിന് വയസ്സായി. കുറച്ച് കഴിഞ്ഞപ്പോൾ വിചാരിച്ചപ്പോൾ ഈ തോട്ട ഗോപിനാഥ് നല്ല പൊക്കാണ്, കുഴിച്ചിട്ടാണ്, നല്ല പൊക്കുണ്ട്. അപ്പൊ ആ പൊക്കത്തിലുള്ള ഗദാധരനെ തോട്ട ഗോപിനാഥനെ കുളിപ്പിക്കാനായിട്ട് ഇദ്ദേഹത്തിന് പറ്റും. ഇദ്ദേഹത്തിനും പൊക്കൊക്കെ ഉണ്ട്. കാലം പോയത് മനസ്സിലായില്ല. നമ്മൾക്ക് പ്രായമായി എന്നുള്ളത് അറിയുന്നത് എപ്പോഴാണെന്നറിയോ? ചിലപ്പോൾ ഒരു 65 വയസ്സായിട്ടുണ്ടാവും. അതുവരെ വയസ്സായിട്ടില്ല എന്നാണ് വിചാരിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇത് നോക്കാറില്ലായിരുന്നു. ഇത് മുഴുവൻ ആർക്കാ കൊടുക്കുക? പാർലറിൽ. അവർക്ക് അറിയുള്ളൂ നിങ്ങളുടെ മുടിയുണ്ടെന്ന്. പെട്ടെന്ന് ഒരു പ്രാവശ്യം എന്തായി, ഇതൊക്കെ പോയി നോക്കിയപ്പോഴാണ് കണ്ണാടിയെ കാണുന്നത്. അപ്പോഴും വയസ്സായവരറിയുന്നത് 66 വയസ്സായിരിക്കും. ഇവരുടെ വിചാരം എന്താ? ഇത് മുടി കറുത്തിരിക്കില്ല, പിന്നെന്താ? ചേച്ചി എന്തിനാ അത് ചെയ്യണത്? ആരും ഒരു ഇത് വിചാരിക്കരുത്. എന്തിനാ ചെയ്യണേ? ഇത് ഭഗവാൻ നമുക്ക് തരുന്നൊരു ഗിഫ്റ്റ് അല്ലേ. ഓ, ടീച്ചർ പഠിച്ചിട്ടില്ല അതുകൊണ്ടാ പറയണല്ലേ. ഇതിൻ്റെ ആവശ്യം നമുക്ക്, ഇതിൻ്റെ ആവശ്യമില്ല. എന്തിനാ? ഭഗവാൻ നമുക്കൊരു ഇത് തന്നിട്ടുണ്ട്. ആ സമയം വരെ നരയ്ക്കും. ഇപ്പൊ കോർഡിനേഷൻ്റെ ആയി തന്നെ എന്താ ഉണ്ടാവണേ? നരച്ചിട്ടില്ല പറഞ്ഞേ, എന്നാൽ കറക്കണുണ്ടോ? അതുമില്ല. അങ്ങനെയൊന്നും ഭഗവാൻ നമ്മൾക്ക് ചെയ്തിട്ടില്ല. ആക്ച്വലി അതിൻ്റെ ആവശ്യമില്ല. എന്തിനാ? എത്ര നാളെ നിങ്ങൾ ഇത് കറപ്പിച്ച് നടക്കും? ഇതുണ്ടല്ലോ ഉണ്ടാവണേ. ചിലവർക്ക് പിടിക്കില്ലാട്ടാ. ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ അമ്പലത്തിലൊരാൾക്ക് തല മുഴുവനും പഴുത്തതായിട്ട് ഇതടിച്ചിട്ട് പിന്നെ തൊട്ടില്ല. മിക്ക ആൾക്കാർക്കും ഉണ്ടാവാറ് സംഭവം. ചെയ്തോളൂ, ഞാൻ ചെയ്യേണ്ടതല്ലേ പറഞ്ഞു. പക്ഷെ എന്തിനാത്? നമ്മൾ ഭഗവാനെ തന്ന ഒരു ഗിഫ്റ്റ് നമ്മൾ എന്തിനാ നമ്മൾ വേണ്ടാന്ന് വെക്കുന്നത്? അതൊക്കെ നമ്മുടെ ഇഷ്ടം. എന്താ ചെയ്തിട്ടുള്ളത് വേണ്ടെന്ന് പറയുന്നില്ല കേട്ടോ. ഇതിപ്പോൾ എന്താ വെച്ചാൽ ഇയാൾക്ക് വയസ്സായവരെ അയാൾക്ക് മനസ്സിലായില്ല. ഒരു ദിവസം ഇയാൾ കുളിപ്പിക്കാൻ നോക്കുക. കുളിപ്പിക്കാൻ നോക്കിയപ്പോൾ വയസ്സാവുമ്പോൾ നമ്മളുടെ നീർന്നു നിൽക്കുന്ന ബോഡിക്ക് എന്താ ഉണ്ടാവുക? കുറച്ചൊരു ബെൻഡ് വരില്ലേ? ഇയാൾ നോക്കിയപ്പോൾ ഇയാൾക്ക് കുളിപ്പിക്കാൻ പറ്റില്ല. ഇയാൾക്ക് സംഭവം മനസ്സിലായി. എനിക്ക് പ്രായമായില്ലേ. ഗോപിനാഥൻ നല്ല പൊക്കത്തിലുള്ള ആള്. എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്യുന്നറിയോ? അദ്ദേഹം രാത്രി കിടന്നപ്പോൾ തീർച്ചയാക്കി നാളെ തൊട്ട്, ആള് പറഞ്ഞിട്ടില്ല, മനസ്സുകൊണ്ട് വിചാരിച്ചു, നാളെ തൊട്ട് ഞാൻ ഒരാളെ വെക്കാൻ പോവുകയാണ്. എനിക്ക് നീർന്നിട്ട് കുളിപ്പിക്കാൻ പറ്റില്ല, എനിക്ക് കുറച്ച് ബെല്ലായി തുടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചു. ഇതാര് മനസ്സിലാക്കി?
ഗോപിനാഥ് മനസ്സിലാക്കി. സ്വപ്നത്തിൽ കാണിച്ചു, ഏയ് ഗദാധര, എനിക്ക് വേറെ ആളെ കുളിപ്പിച്ച് എനിക്കൊന്നും പിടിക്കില്ല, എന്നെ കുളിപ്പിക്കണ ഗദാധരൻ തന്നെ വേണം. അങ്ങക്കത് പറയാം. എൻ്റെ പുറകിലേക്ക് നോക്ക്, ബെൻഡായിക്കണ കണ്ടോ? എനിക്ക് നീരാൻ പറ്റില്ല, ഞാൻ വെള്ളം ഒഴിച്ച് കുളിപ്പിക്കാനൊന്നും. അത്രയല്ലേ ബുദ്ധിമുട്ടുള്ളൂ. പൊക്കം അതിനനുസരിച്ച് ആക്കി തന്നാ കുളിപ്പിച്ചോളുക. ഓക്കെ ശരി എന്നും പറഞ്ഞു. അത് നടക്കില്ല എന്നുള്ള കാര്യം ആർക്കറിയാം? ഗതാഗതം. നമ്മളെ പ്രായമായ ബെൻഡിക്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ പിന്നെ കൃഷ്ണൻ വരണം, കുബ്ജയുടെ മാരിയുള്ള കൂണൊക്കെ മാറ്റി കൊടുക്കാൻ. അതൊക്കെ നമുക്ക് വിചാരിച്ച് നടക്കും. അതൊക്കെ പണ്ടത്തെ കാലം നമ്മൾ വിചാരിച്ച് നടക്കുന്ന കാര്യം. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു നടക്കുന്ന കാര്യമില്ല. ആ ശരി, നാളെ തൊട്ട് അങ്ങനെ തന്നെ ചെയ്യാൻ പറഞ്ഞു. ഇദ്ദേഹം എണീറ്റ് വന്ന് നോക്കിയപ്പോൾ എന്തായെന്നറിയുക, ഈ ഗോപിനാഥേ ഇരിക്കണു സിറ്റിംഗ് പൊസിഷനായി. മറ്റേ സ്റ്റാൻഡിങ് പൊസിഷൻ. മണ്ണിൽ നിന്ന് കിട്ടിയത് ഏതാ? സ്റ്റാൻഡിങ് പൊസിഷൻ. ഇപ്പോഴത്തെ പൊസിഷനോ സിറ്റിംഗ് പൊസിഷൻ. ഈ പൊസിഷനില് ഗദാധരന് എന്ത് ചെയ്യാൻ പറ്റണോ? സുന്ദരമായിട്ട് ഇഞ്ചി എന്തൊക്കെ തേച്ച് കുളിപ്പിച്ചോളൂ. അങ്ങനെ ആക്കി കൊടുത്തു. സ്വപ്നത്തിൽ കാണിച്ചു. എന്താ ഗദാധര, മതിയോ അതോ ഇനി ഒന്നും കൂടി താഴ്ത്തിക്ക് പോണ? വേണ്ട, മതി, ഇത് പറ്റണമായി ചെയ്യാം. അപ്പോ ഭഗവാൻ അത് മതി. ഭഗവാൻ എല്ലാവരും ഇഷ്ടപ്പെടില്ല. ഭഗവാന് സേവ ചെയ്യാൻ ആരാണ് നല്ല മനസ്സോടെ മുന്നോട്ട് വരുന്നത് അവരെ മാത്രമേ ഭഗവാൻ ഇഷ്ടപ്പെടുള്ളൂ. നമ്മൾ കൊണ്ടുപോയിട്ട് 1 ലക്ഷം മുന്നിൽ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അതൊന്നും ഭഗവാൻ സ്വീകരിക്കില്ല. നല്ല മനസ്സോടെ എന്തെങ്കിലും കൊണ്ടു കൊടുക്കും. പത്രം പുഷ്പം ഫലം തോയം. തോയെന്ന് പറയണ്ട, വെള്ളം, വെറും വെള്ളം കൊടുത്തോളൂ, സ്വീകരിക്കും. അല്ലാണ്ട് കുറെ കാശ് കൊണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല. പത്രം പുഷ്പം അതൊക്കെയാണ് ഭഗവാൻ ഇഷ്ടം. ഇപ്പൊ നമ്മുടെ യാത്ര തന്നെ ഭഗവാൻ ഇഷ്ടമായിട്ടുണ്ടാവും. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നിനും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ഇത്രയും നമ്മൾ നടന്നു പിടിച്ച്. പ്രത്യേകിച്ച് എൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ. അയ്യോ, ഞങ്ങൾക്കൊന്നും അറിയില്ല. അത് അമ്പലത്തിന് എല്ലാവർക്കും സംഭവം അറിയില്ലായിരുന്നു. തിരുമേനി വിളിച്ചു ടീച്ചർ കാലൊക്കെ ശരിയാക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കോട്ടാ. ഞാൻ അമ്പലത്തിന് പോകുമ്പോ ടീച്ചർ കാലിനാഴ്ച വയ്യായിരുന്നു. ഞാൻ അങ്ങനെ വയ്യായൊന്നുമല്ല, എനിക്ക് കാല് ബാലൻസ് പോയിരിക്കുകയാണ്. കാര്യം ഞാൻ പറഞ്ഞു കൊടുത്തു. എല്ലാവർക്കും ഒന്നും അറിയില്ല സംഭവം. നടക്കാനൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ വീഴും എന്നുള്ള പേടിയാണ് പലർക്കും ഉണ്ട് കേട്ടോ. പ്രായമായപ്പോൾ ഇതെല്ലാവർക്കും സംഭവിച്ചത്. എനിക്കതല്ല, എനിക്ക് കൊറോണയിൽ പറ്റിയത്. എനിക്ക് കൊറോണ പിടിച്ചിട്ടില്ല. എൻ്റെ മകൻ തന്നെ ഡോക്ടറാണ്, കൊറോണ പിടിച്ചിട്ടില്ല. കൊറോണ സമയത്ത് 2 കൊല്ലം വീട്ടിലിരുന്ന് ഒറ്റയിരുപ്പ്. അമ്പലത്തിൽ ഓടി നടന്ന് പഠിപ്പിച്ചിരുന്ന ആള് ഞാൻ അനങ്ങാണ്ടായിട്ട് അതിലെൻ്റെ കാല്. ഞാൻ പിന്നെ ശ്രദ്ധിച്ചിട്ടില്ല, പോട്ടെ. അപ്പം തുടങ്ങിയതാണ് എനിക്ക്. ഇപ്പോൾ കുറച്ച് കൂടിയതായിരിക്കും. ഞാൻ ആകെ അപ്സെറ്റായിപ്പോയി എന്നുള്ളത്. പറ്റണില്ല ഒന്നും. ഞാൻ ഒന്നിനും പോവില്ല. ഞാൻ അമ്പലത്തിലും പോവില്ല, പഠിപ്പിക്കാനും പോവില്ല. പക്ഷെ സമ്മതിക്കുമോ എന്നാ പറയാം, എൻ്റെ കാല് നേരേക്കുമോ? അതൊന്നും സമ്മതിക്കില്ല. പഠിപ്പിക്കുക വേണം. ശരി, ഇതും ഒരു അതിശയമായ വരവല്ലേ. കാലിന് സുഖമുണ്ടായിട്ട് വന്നൊന്നുമല്ല. എന്നാലും എന്നെ പിടിക്കാൻ എത്ര ആൾക്കാർ, എൻ്റെ കൃഷ്ണ, അവിടുത്തെ കുക്കിങ്ങിൻ്റെ ആൾക്കാർ, ബസ്സിലെ ആൾക്കാർ, എൻ്റെ നിങ്ങളെല്ലാം ആരൊക്കെയാ പറഞ്ഞ കൈ പിടി. ഞാൻ ഇത്രയൊരു ഭാഗ്യം എനിക്ക്. എന്താ ഈ കാണുന്നത്? ഭഗവാന്റെ ഒരു കളി. പോട്ടെ, ഒരു വിഷമം കൂടാണ്ട് ഇതുവരെ എന്നെ എല്ലാവരും സംരക്ഷിച്ചു. ഇനി കേൾക്കട്ടെ. തോട്ടഗോവിൻ്റെ സിറ്റിംഗ് പൊസിഷൻ. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലോകം വിടേണ്ട സമയമായി. ചൈതന്യ മഹാപ്രഭു കൊച്ചിയിലെ 25 ഇയേഴ്സ് ആയപ്പോൾ മാരേജ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു പെൺകുട്ടിയുണ്ട്. അതൊന്നും നോക്കാറില്ല. ആളുടെ തരൊക്കെ മാറി. പിന്നെ സന്യാസം സ്വീകരിച്ചു. പിന്നെ ആളൊക്കെ പിന്നെ എല്ലാത്തിൽ നിന്നും മനസ്സൊക്കെ വിട്ടുപോയി. കാലം മാറി. ചൈതന്യ ശ്രീകൃഷ്ണൻ 125 കൊല്ലം ജീവിച്ചു. അതിനുശേഷം ലോകം വിട്ടു. അതിന് ശേഷമാണ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ വരവൊക്കെ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പോകേണ്ട സമയം ആയിക്കഴിഞ്ഞു. 3 തരത്തിലാണ് ചൈതന്യ മഹാപ്രഭു ഈ ലോകം വിട്ടു എന്നാ പറയുന്നത്. കണ്ട ആൾക്കാരുണ്ട്. ഒരു പ്രാവശ്യം
ചൈതന്യ മഹാപ്രഭു സമുദ്രത്തിലേക്ക് മുങ്ങി, പിന്നെ ആൾ കയറി വന്നിട്ടില്ല. അത് കുറെ ഡിവോട്ടികൾ കണ്ടിട്ടുണ്ട്. രണ്ടാമത്തെ, ചൈതന്യ മഹാപ്രഭു ജഗന്നാഥിന്റെ ഉള്ളിലേക്ക് പോയി. അതും കണ്ട ആൾക്കാരുണ്ട്, ചില ഡിവോട്ടികൾ. അവര് എന്താ പറയുക, വലിച്ചുണ്ടല്ലോ, അങ്ങനെ അകത്തേക്ക് പോയത് കുറെ ആൾക്കാർ കണ്ടു. മൂന്നാമത്തത്, എങ്ങനെയിരിക്കണേ ഗോപിനാഥ് ആ പണ്ഡിറ്റ്, ഇതെങ്ങനെയിരിക്കണേ? സിറ്റിംഗ് പൊസിഷൻ, സ്റ്റാൻഡിങ് പൊസിഷൻ, രണ്ടും കാണിക്കുന്നുണ്ട് അവിടെ, രണ്ടും കാണിക്കുന്നുണ്ട്. സ്റ്റാൻഡിങ് പൊസിഷനും ഉണ്ട്. ഒരു പ്രാവശ്യം ഡിവോട്ടികൾ കണ്ടു, നിക്കല്ലേ, കാലിന്റെ തൊട സിറ്റിങ്ങിൽ പറ്റില്ല, നിൽക്കേണ്ട പൊസിഷനില് കാലിന്റെ തൊട ക്രാക്കായി അതിലേക്ക് പോണ കുറെ ഡിവോട്ടികൾ കണ്ടു. ഇങ്ങനെ 3 തരത്തിലാണ് ചൈതന്യൻ ഈ ലോകം വിട്ടിരിക്കുന്നത്. ഇത് നമ്മൾക്ക് കാണാൻ സാധിക്കും. എപ്പോഴാന്നറിയോ? രാവിലെ നിർമ്മാല്യം എടുക്കുമ്പോൾ ആ രൂപം മാത്രമല്ലേ കാണുള്ളൂ, ആ സമയത്ത് കാണാൻ സാധിക്കും. എനിക്കിത് അറിയായിരുന്നു ഈ കഥ. ഞങ്ങൾ അവിടെ പോയിട്ട് പറഞ്ഞു, പ്രഭുജി हम लोग को जरा दिखावना, और ये कैसा दिखाएगा? वो तो अभी एल्लम ड्रेसिंग കഴിഞ്ഞതാ, अभी देखने के लिए कल सुबह आ जाना. ഞാൻ പറഞ്ഞു, हम लोग सुबह बॉम्बे चले जाते, अभी हम लोग क्या करें, दूसरा दिन आओ, नहीं तो दूसरा टाइम आओ देखने के लिए. ആ ടൈമിൽ ആ ക്രാക്ക് കാണുന്നാ പറയുന്നത്. ഇവർ എഴുതിയിട്ടുണ്ടത്, നിങ്ങൾക്ക് ആ ക്രാക്ക് കാണാൻ സാധിക്കും. അത് ആ സമയത്ത് മാത്രം. നിർമ്മാല്യ ദർശനം എപ്പോഴാ? എല്ലാം എടുക്കില്ല, ക്രാക്ക് കാണും. ഇങ്ങനെ 3 ഇതാണ് പറയുന്നത്. ചൈതന്യൻ പോയി കണ്ട് പല ഡിവോട്ടികൾക്കും കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ സംഭവം കണ്ടിട്ടത്ര. അതാണ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ കഥ. ഞാൻ പറയാൻ പോയ കഥ വേറെ, വന്നത് വേറെ. പ്രത്യേകിച്ച് ചൈതന്യമാണല്ലോ പ്രധാനം, അതുകൊണ്ടാണ് എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ കാരണം. നമ്മൾ മായാപൂരിലാണ് കൂടുതൽ വരുന്നത്, ചൈതന്യൻ്റെ വരാൻ പോകുന്നത്. ഇനി ജഗന്നാഥില് എത്ര മണിക്കാണ് നിർത്തണ്ടേ? 9 മണിയാണ്. തിന്നത് കഴിക്കണ്ടേ? പഴംപൊരി ഒക്കെ വയറ്റി കിടക്കല്ലേ? ഇവര് കഴിച്ചിട്ടല്ലേ പോകുള്ളൂ. വിശക്കുമ്പോൾ പറഞ്ഞോളൂ. ഇനി മുകളിലേക്കൊന്നും പറഞ്ഞേക്കില്ല, കഴിച്ചിട്ട് പോയാൽ മതി. പ്രാവശ്യം പോയതല്ലേ ടീച്ചർ കഥ പറയും, നിങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റില്ല.